നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്തുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സാധാരണ വാട്സപ്പിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ബാൻ ആവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വാട്സപ്പിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹാക്ക് ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാട്സപ്പ് ടീമുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് പ്രത്യേക മാർഗ്ഗമില്ല. സാധാരണ വാട്സപ്പിൻ്റെ ഇമെയിൽ ഐ ഡി ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മെസ്സേജ് അയക്കും, കൃത്യമായി അതിൽ നിന്ന് റീപ്ലൈ ഒന്നും നമുക്ക് കിട്ടില്ല. എന്നാൽ വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയൊരു ഫീച്ചർ, അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പ് ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം. അതായത് നിങ്ങളുടെ വാട്സപ്പിനകത്ത് എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് വാട്സപ്പ് ടീമിനോട് തന്നെ ചോദിക്കാനുള്ള ഒരു പുതിയ ഫീച്ചർ വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഫീച്ചർ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഏതാണ് ആ ഫീച്ചർ എന്ന് ഞാൻ കാണിച്ചു തരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ കാണും. ഈ സെറ്റിംഗ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ കാണാം റിപ്പോർട്ട് എ ബഗ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് നേരത്തെ ഇല്ലാത്തൊരു ഓപ്ഷനാണ്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ടെക്നിക്കൽ ഇഷ്യൂസ് ആൻഡ് എറേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. നേരത്തെ ഈ ഒരു ഫീച്ചറില്ലായിരുന്നു, ഇത് പുതിയ ഫീച്ചറാണ്. നിങ്ങളുടെ വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്താണോ അത് നിങ്ങൾ ആദ്യം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ കാണുന്ന ഈ റിപ്പോർട്ട് ബഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ 3 സ്ക്രീൻഷോട്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ തൽക്കാലം 1 മാത്രം ആഡ് ചെയ്യാണ്. ഈ പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്ത് ഇവിടെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വരും. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ പ്രശ്നം അത് നിങ്ങൾ ഇംഗ്ലീഷിൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇംഗ്ലീഷ് അറിയാത്ത ആളാണെങ്കിൽ ചാറ്റ് GPT ഉപയോഗിച്ച് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മലയാളത്തിൽ എഴുതി കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഹായ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുകയാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റിപ്പോർട്ട് നേരെ വാട്സപ്പ് ടീമിനടുത്തേക്ക് ചെല്ലും. അവർ നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിക്കും, നിങ്ങൾക്ക് റീപ്ലൈ കിട്ടും, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. സാധാരണ വാട്സപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സംവിധാനവുമില്ലായിരുന്നു. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചർ അത് അവതരിപ്പിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.